ഒരു ഭാഗത്ത് വി.ഡി. സതീശനും ഒക്കെ കേരളത്തിലെ പിണറായി വിജയനെ സഹായിക്കാൻ പ്രധാനമന്ത്രി മോഡി രംഗത്തിറങ്ങുന്നു എന്ന വ്യാജ പ്രചരണം നടത്തുന്ന സമയത്താണ് കപിൽ സിബൽ എന്ന അഭിഭാഷകൻ പിണറായി വിജയന് വേണ്ടി, അല്ലെങ്കിൽ വീണ വിജയന് വേണ്ടി, അല്ലെങ്കിൽ CMRന് വേണ്ടി വാദിക്കുന്നത്. ഈ കപിൽ സിബലിന്റെ പഴയകാല പോരാട്ടങ്ങളാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ ചർച്ചയാവുന്നത്. അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയാണ് വാദിച്ചത്? അദ്ദേഹം വാദിച്ച ചില കേസുകൾ, ഒന്ന് കേരളത്തിലെ ലവ് ജിഹാദ് കേസാണ്. ആ ലവ് ജിഹാദ് കേസിൽ തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റം ചെയ്തു എന്നാണ് VK അശോകൻ എന്ന വ്യക്തി കോടതിയെ സമീപിച്ചത്. അന്ന് ഹാദിയ കേസ് എന്നാണ് ഈ കേസ് അറിയപ്പെടുന്നത്. ഈ കേസിൽ ഹാദിയയുടെ ഭർത്താവായ ഷഫീൻ ജഹാന് വേണ്ടി ഹാജരായത് ഇതേ കപിൽ സിബലായിരുന്നു. അതേപോലെ തന്നെ കേരളം ഏറ്റവും അധികം ശ്രദ്ധിച്ച മറ്റൊരു വിഷയമാണ് മലയാളിയായ സിദ്ദിഖ് കാപ്പൻ എന്ന ഭീകര പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അത് UP പോലീസാണ് ആ കേസ് കൈകാര്യം ചെയ്തത്. ആ കേസിലും സിദ്ദിഖ് കാപ്പന് വേണ്ടി ഹാജരായത് കപിൽ സിബലായിരുന്നു. അതേപോലെ തന്നെ ഡൽഹിയിലെ വർഗീയ ലഹള ഉണ്ടായ സമയത്ത്, 2020 ഡൽഹിയിലെ വർഗീയ ലഹള ഉണ്ടായ സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത ഉമർ ഖാലിദിന് വേണ്ടിയും വാദിച്ചത് കപിൽ സിബലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ വാദിക്കുന്നതും ഇതേ കപിൽ സിബൽ തന്നെയാണ്. ഇതോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് CPM ബന്ധത്തിന്റെ, അവിശുദ്ധ ബന്ധത്തിന്റെ മറ നീക്കി ആ ബന്ധം പുറത്തു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്.